നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് പോയാലോ? കറണ്ട് അഫയേഴ്സ് ക്ലാസ് കണ്ടു പഠിച്ചാൽ മാത്രം പോരാ, ഇതിന്റെ പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സുകൾ റണ്ണിംഗ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സ്റ്റഡി പ്ലാനോട് കൂടി ഒന്ന് റിവിഷൻ അടിച്ചിട്ട് പോകാം. ഡെയിലി പരീക്ഷ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിൽ കൊടുത്തിട്ടുണ്ട്. ലാബ് അസിസ്റ്റന്റ് മെയിൻസ്, ഫയർമാൻ, അസിസ്റ്റന്റ് സെയിൽസ്മാൻ മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. വിത്ത് എക്സാംസ്, റിവിഷൻ എക്സാംസും അതുപോലെ ടൈം ടേബിളും ഫുൾ സിലബസ് കവറേജ്, പുതിയ SCRT, പഴയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം കോഴ്സുകളിൽ അവൈലബിൾ ആണ്. ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെക്കോ LD, VFA മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ, പഠിച്ചു തുടങ്ങിക്കോളൂ. ഓക്കെ, പുതിയ ബാച്ച് കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സ് ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ സ്റ്റോർ എന്ന ഓപ്ഷനിൽ, ഹോം പേജിൽ സ്റ്റോർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കിട്ടും കേട്ടോ. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യത്തെ ഫാക്ട് അഡ്വെഞ്ചർ ടൂറിസത്തെ പറ്റിയാണ്. കേരളത്തിലെ അഡ്വെഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആര്? ഓർത്ത് വെച്ചോളൂ, PSC 1 മാർക്ക് ചോദ്യം. PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് കേരള അഡ്വെഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഇനി കേരള സംസ്ഥാനത്തിലെ ആദ്യത്തെ അഡ്വെഞ്ചർ ടൂറിസം അക്കാദമിയും പാർക്കും നിലവിൽ വരുന്നത് എവിടെ? തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ് സംസ്ഥാനത്തിലെ ആദ്യത്തെ അഡ്വെഞ്ചർ ടൂറിസം അക്കാദമി ആൻഡ് പാർക്ക് നിലവിൽ വരുന്നത്. കേരള സവാരി വളരെ ഇമ്പോർട്ടന്റ്. ഓൺലൈൻ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് കേരള സർക്കാരിന്റെ ഒരു സംവിധാനമാണ് കേരള സവാരി. കേരള സവാരി എന്നത് കേരള സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ച ബുക്കിംഗ് സംവിധാനമാണ്. എന്തൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും? ഓൺലൈൻ ഓട്ടോ, ടാക്സി, KSRTC, വാട്ടർ മെട്രോ എന്നിവ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് കേരള സവാരി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേരള സവാരി. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് നിക്ഷേപണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? കാസർഗോഡ് കാരാടുക്കയിലാണ് അലുമിനിയം അയിര്. ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിരിന്റെ നിക്ഷേപണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ കാരാടുക്കയിലാണെന്ന് ഓർക്കുക. വൃത്തി കോൺക്ലേവ് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു പരിപാടിയായിരുന്നു വൃത്തി കോൺക്ലേവ്. ഇതിന് വേദിയായത് തിരുവനന്തപുരമാണ് വേദിയായത്. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏത്? വളരെ ഇമ്പോർട്ടന്റ്, ധർമ്മടമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത മണ്ഡലം. ഏതാണ്? ധർമ്മടമാണ്. ധർമ്മടം. പൂർണമായും AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യത്തെ സിനിമ ലവ് യു എന്ന സിനിമയാണ്. കന്നഡ ചിത്രമാണ് ലവ് യു. ഓക്കെ, 2025 ഏപ്രിൽ 18 ലോക പൈതൃക ദിനമാണ്. 2025 ഏപ്രിൽ 18 ഒരു വിയോഗമുണ്ടായി. ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഡോക്ടർ അന്തരിച്ചു. ഇദ്ദേഹത്തിന്റെ പേരാണ് ഡോക്ടർ സാമുവൽ കളരിക്കൽ. അപ്പൊ ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സാമുവൽ കളരിക്കൽ. ഇദ്ദേഹം അന്തരിച്ച ഡേറ്റ് 2025 ഏപ്രിൽ 18. ഏപ്രിൽ 18 ലോക പൈതൃക ദിനം ആണെന്നും കൂടി ഓർക്കുക. ലോക പൈതൃക ദിനമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിച്ചത്, കാലം ചെയ്തത് എന്നാണ്? 2025 ഏപ്രിൽ 21. 2025 ഏപ്രിൽ 21 ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തത്. ഇദ്ദേഹം 266ാമത്തെ മാർപ്പാപ്പയാണ്. 266ാമത്തെ മാർപ്പാപ്പ. കേരള കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വന്നത് എവിടെയാണ്? ഇടുക്കി. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് അരുൺ പല്ലിയാണ്. ഏറ്റവും കൂടുതൽ ഭൗമ സൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഏത്? UP ആണ്. ഉത്തർപ്രദേശ് ആണ് ഏറ്റവും കൂടുതൽ ഭൗമ സൂചിക പദവി ലഭിച്ച സംസ്ഥാനം. ഇനി MT വാസുദേവൻ നായരെ കുറിച്ചുള്ള കുറച്ച് ഫാക്ട്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറച്ച് ഫാക്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം
അപ്പോ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളിൽ ഒരാളാണ് എം ടി വാസുദേവൻ നായർ. 1995 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2011 ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ച ചിത്രം നിർമാല്യം, സംവിധാനം എം ടി വാസുദേവൻ നായരാണ്. കേരള ജ്യോതി പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022 നൽകിയത്. ആദ്യത്തെ ജേതാവ് ആര് തന്നെയാണ്? എം ടി വാസുദേവൻ നായരാണ് ആദ്യത്തെ ജേതാവ്. ഇത്രയൊന്ന് ഓർക്കുക എം ടി വാസുദേവൻ നായരെ കുറിച്ച്. ഇനി ലോക ആരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. 2025 തീം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ എന്നതാണ് 2025 തീം. 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ കിരീടം നേടിയത് കേരളമാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ കിരീടം നേടിയത് കേരളമാണെന്ന് ഓർക്കുക. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഉത്തരാഖണ്ഡിനെയാണ് പരാജയപ്പെടുത്തിയത്. ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുത്തി കേരളമാണ് കിരീടം നേടിയത്. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ PR ശ്രീജേഷ്. ആദ്യ അഡ്വഞ്ചർ ടൂറിസം അക്കാദമി ആൻഡ് പാർക്ക് നിലവിൽ വരാൻ പോകുന്ന തിരുവനന്തപുരം ജില്ലയിലെ ശാസ്താംപാറയിലാണ്. കേരള സവാരി കേരളത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനമാണ്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ അലുമിനിയം അയിര് സ്ഥിരീകരിച്ചത് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ കാറാടുക്കയിലാണ്. വൃത്തി എന്നത് ദേശീയ കോൺക്ലേവ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ തിരുവനന്തപുരമായിരുന്നു വേദി. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏത്? ധർമ്മടമാണ്. പൂർണ്ണമായും AI സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിച്ച ആദ്യത്തെ സിനിമ ലവ് യു കന്നഡ ചിത്രം. 2025 ഏപ്രിൽ 18 അന്തരിച്ച ഡോക്ടർ സാമുവൽ കളരിക്കൽ. ഇദ്ദേഹം ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്ത് 2025 ഏപ്രിൽ 21 ഇദ്ദേഹം 266ാമത്തെ മാർപ്പാപ്പ. ഇപ്പോൾ 267ാമത്തെ മാർപ്പാപ്പ ലിയോ 14. അദ്ദേഹം USA കാരനാണ്. കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജ് നിലവിൽ വന്നത് ഇടുക്കി. ജമ്മു കാശ്മീർ ലഡാക്ക് ഹൈക്കോടതികളുടെ ചീഫ് ജസ്റ്റിസ് അരുൺ പല്ലി. ഏറ്റവും കൂടുതൽ ഭൗമ സൂചിക പദവി ലഭിച്ച സംസ്ഥാനം UP. ഇനി എം ടി വാസുദേവൻ നായരെ കുറിച്ചുള്ള ഫാക്ട് ഓർക്കുക. ജ്ഞാനപീഠ പുരസ്കാരം 95, എഴുത്തച്ഛൻ 2011, രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം നിർമാല്യത്തിന്, കേരള ജ്യോതി പുരസ്കാരം 2022. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. 2025 തീം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. 38ാമത് ദേശീയ ഗെയിംസിൽ ഫുട്ബോളിൽ കിരീടം നേടിയത് കേരളം. ഉത്തരാഖണ്ഡിനെയാണ് പരാജയപ്പെടുത്തിയത്. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇത് ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പരീക്ഷ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കും, കയറി അറ്റൻഡ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.